NSSും BJPയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയാണ്. 2 ദിവസം മുൻപ് രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ വെച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ കടന്നാക്രമണമാണ് നടത്തിയത്. മുൻപ് NSS ആസ്ഥാനത്തെത്തിയ 2 നേതാക്കളോടും കാട്ടിയ അവഗണന ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ദില്ലിയിൽ നായർ സമാജം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച NSS ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ സ്മൃതി മണ്ഡപം ഉദ്ഘാടന വേദിയിലായിരുന്നു ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും സുകുമാരൻ നായരെ വിമർശിച്ചത്. ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് ഇന്നയാൾ വരണം, ഇന്നയാൾ വരണ്ട എന്ന് ഞാൻ തീരുമാനിക്കും എന്ന ചിന്ത ഒരാൾക്കും പാടില്ല. നിങ്ങളാണ് എല്ലാമെന്ന് കരുതരുത് എന്നായിരുന്നു CP രാധാകൃഷ്ണന്റെ വിമർശനം. NSS സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്നും അല്ലെങ്കിൽ പെരുന്നയിൽ നിന്ന് തന്നെ അതിന് തുടക്കം കുറിക്കുമെന്നുമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് ആ വിമർശനങ്ങൾക്കെല്ലാം ശക്തമായ മറുപടിയാണ് സുകുമാരൻ നായർ വാർത്താ സമ്മേളനം വിളിച്ചു നൽകിയിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരെയാണ് കടന്നാക്രമണം നടത്തിയത്. പെരുന്ന ശുദ്ധീകരിക്കുന്നതിന് മുൻപ് സുരേഷ് ഗോപി അമ്മ സംഘടനയെ ശുദ്ധീകരിക്കട്ടെ എന്നാണ് മറുപടി. NSSനെ തീർക്കുമെന്ന് പറഞ്ഞവരാണ് തീർന്നിട്ടുള്ളത്. NSSന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും തിരിച്ചടിക്കുന്നുണ്ട് സുകുമാരൻ നായർ. പണ്ട് പെരുന്നയിൽ NSS ബജറ്റ് യോഗത്തിലേക്ക് എത്തിയ തന്നെ അപമാനിച്ചിറക്കി വിട്ടതിലുള്ള വൈരാഗ്യമാണ് സുരേഷ് ഗോപിക്ക് സുകുമാരൻ നായരോടുള്ളത്. എന്നാൽ ഇതിന് സുകുമാരൻ നായർക്ക് കൃത്യമായ മറുപടിയുണ്ട്. സുരേഷ് ഗോപി വന്നത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ്. അതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. BJPയുമായി അടുത്ത് നിൽക്കുകയാണ് NSS എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. അന്ന് പുഷ്പാർച്ചന നടത്താൻ അനുമതി ചോദിച്ചപ്പോൾ നൽകി, അത് നടത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ബജറ്റ് യോഗത്തിലേക്ക് എന്തിന് സുരേഷ് ഗോപി വലിഞ്ഞു കയറി വന്നു എന്നാണ് സുകുമാരൻ നായർ ചോദിക്കുന്നത്. അന്ന് ബജറ്റ് യോഗത്തിൽ സുകുമാരൻ നായർ പ്രസംഗിക്കവേ അകത്തേക്ക് കയറി ചെന്ന സുരേഷ് ഗോപിയെ അദ്ദേഹം മടക്കി അയച്ചത് വലിയ വിവാദമായിരുന്നു. അന്നു മുതൽ സുരേഷ് ഗോപിയും NSS നേതൃത്വവും തമ്മിൽ അകൽച്ചയിലാണ്. ജനിച്ച അന്നു മുതൽ ഇതുവരെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളാണ് സുരേഷ് ഗോപി എന്നാണ് ഇന്നും സുകുമാരൻ നായർ പരിഹസിച്ചത്. എന്നാൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെതിരെ ഒന്നും പറയാതിരിക്കാനും ജനറൽ സെക്രട്ടറി ശ്രദ്ധിക്കുന്നുണ്ട്. ഉപരാഷ്ട്രപതിയെ കൊണ്ട് അതെല്ലാം പറയിച്ചത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമെന്നാണ് NSSന്റെ വിലയിരുത്തൽ. ഉപരാഷ്ട്രപതി പദത്തിലെത്തിയ ശേഷം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പെരുന്നയിലെത്തിയപ്പോൾ മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് അനുമതി നിഷേധിച്ചതാണ് CP രാധാകൃഷ്ണനെ ചൊടിപ്പിച്ചത്. പ്രോട്ടോകോളിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുകുമാരൻ നായരുടെ നിലപാട്. പ്രോട്ടോകോളിന്റെ ഭാഗമായി മന്നം സമാധിയിൽ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന വേണ്ടിവരും. അത് അംഗീകരിക്കാവുന്നതല്ല. നായർ സമുദായാംഗങ്ങളെല്ലാം മന്നം സമാധിയെ അമ്പലം പോലെയാണ് കാണുന്നതെന്നും സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടുന്നു. തലേ ദിവസമാണ് CP രാധാകൃഷ്ണൻ അനുമതി ചോദിച്ചത്. SPGയുടെ കൺട്രോൾ വിട്ട് അവിടെ ഒന്നും ചെയ്യാനൊക്കില്ല. നായയെ കയറ്റിയുള്ള പരിശോധനയൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു എന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന സമയത്തെത്തിയ CV ആനന്ദബോസും മന്നം സമാധിയിൽ പുഷ്പാർച്ചന അനുവദിച്ചില്ലെന്ന വിമർശനം ഉയർത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം അത്തരമൊരു ആവശ്യം ഉന്നയിച്ചില്ലെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. എന്തായാലും BJPയോടുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന സൂചനയാണ് സുകുമാരൻ നായർ നൽകുന്നത്. അത് ഏതെങ്കിലും നേതാക്കളോടുള്ള വ്യക്തിപരമായ എതിർപ്പിൻ്റെതല്ല, മറിച്ച് NSSനെ BJPയുടേതാക്കി മാറ്റുന്നതിലുള്ള ശക്തമായ എതിർപ്പാണ്. അത് NSS കാലങ്ങളായി കൈക്കൊള്ളുന്ന നിലപാടുമാണ്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ വിഭാഗത്തിന്റെ സംഘടനയാണ് NSS. അതിൽ സ്വാധീനമുണ്ടാക്കിയാൽ കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് BJP കരുതുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. NSSനെ BJP സ്വാധീനമുള്ള ഒരു സംഘടനയായി അറിയപ്പെടാൻ സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്തിടെ NSS SNDP അയക്കുമെന്ന ആശയത്തിൽ നിന്ന് അവസാന നിമിഷം സുകുമാരൻ നായർ പിന്മാറിയത്. അതിനു പിന്നിൽ NSS ഡയറക്ടർ ബോർഡിലെ കോൺഗ്രസ് മനസ്സുള്ള നേതാക്കളുടെ നിലപാടും നിർണായകമായിരുന്നു.